ഓക്കെ. നമ്മുടെ ബസ് സർവീസ്. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് ജോൺസൺ. ഏത് ബസ്സാ അത്? മുണ്ടകൈ ബസ്സായിരുന്നു ഞങ്ങള്. അന്ന് എനിക്ക് വന്ന് തലേന്ന് രാത്രി വന്നിരുന്നു. 4 ട്രിപ്പ് വന്നിരുന്നു. ഓക്കെ. അല്ലാത്ത അനുഭവം അല്ലേ? ട്രിപ്പ് വന്നോണ്ട് തിരിച്ചുപോയി. ഇപ്പൊ നിങ്ങൾ വീണ്ടും വന്നു തുടങ്ങി അല്ലേ? ഈ വണ്ടിയിൽ ആളുണ്ടോ? അത്യാവശ്യം ആളുകൾ വളരെ കുറവാണ്. പഴയ യാത്രക്കാരൊന്നും ഇല്ല ഇപ്പൊ. ഇല്ല, സ്ഥിരമായിട്ട് നിറച്ച യാത്രക്കാരാണ് ഞങ്ങള്. വണ്ടിയിൽ സ്ഥിരം വരുന്ന യാത്രക്കാരാണ് എല്ലാം. നിങ്ങള് സാറിന് ഇവിടെ വന്ന് സ്റ്റോപ്പാണ്? അല്ല, ഇവിടെ നിന്ന് തിരിച്ചു പോകും. ചൂരൽമല കൽപ്പറ്റ റൂട്ട് അല്ലേ? അതെ. ഓക്കെ. എന്തായാലും സന്തോഷം. നിങ്ങളുടെ മുഖത്തെങ്കിലും ചിരിയുണ്ടല്ലോ. കാര്യം ഇവിടുത്തെ ജനങ്ങൾക്ക് ചിരിക്കാൻ തക്ക സാഹചര്യം ആഷ്മി പറഞ്ഞ പോലെ ഇല്ല അല്ലേ? അതാണ്. എങ്കിൽ കൂടി ചിരിയില്ല എന്ന് പറയുമ്പോൾ പോലും SKN ഇത് അവർക്കുണ്ടായ കൂടപ്പുറപ്പുള്ള നഷ്ടമൊക്കെ മഹാദുരന്തമാണ് എന്ന് പറയുമ്പോൾ SKN നമുക്ക് എല്ലാ കാലവും. ഈ അട്ടമലയിലെ ഒരു ചേട്ടൻ എന്താ പറയാ? ചേട്ടാ ഇങ്ങനെ വന്നേ. ചേട്ടൻ എന്തോ ഇങ്ങനെ കൂടണമെന്ന് പറയുന്നത് എന്താ ചേട്ടന്റെ പ്രശ്നം? ഞാൻ അട്ടമലയാണ് താമസം. ഞങ്ങൾക്ക് ഇതുവരെ ഞാൻ വൈഫിന് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ നാട്ടിലായിരുന്നു. 28 ഞാൻ ഇവിടുന്ന് പോയി കർണാടകയിലേക്ക്. വൈഫിന് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നപ്പോ ഇവിടെ പഞ്ചായത്തിലേക്ക് പോയി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ദിവസം കഴിഞ്ഞു പോയി എന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് ഇനിയിപ്പോ ഒരു ആനുകൂല്യം പറ്റിയിട്ടില്ല. എനിക്ക് കിട്ടിയിട്ടുമില്ല. എനിക്ക് പറ്റാൻ സാധിക്കുന്നില്ല. പഞ്ചായത്തിൽ പോയപ്പോ അവര് പറയുന്നത് ചെയ്യാൻ പറ്റില്ല, ദിവസം കഴിഞ്ഞു. പഞ്ചായത്ത് ദിവസം സംസാരിക്കും. നിങ്ങളിപ്പോ ടി വി പറഞ്ഞതേ ഉള്ളൂ. പഞ്ചായത്ത് ദിവസം ഒന്ന് പറയൂ. അല്ല, ഞാൻ പോയി പിന്നെ ഒരു കാര്യം കിട്ടിയിട്ടില്ല. കാരണം ചോദിക്കുമ്പോ അവര് പറയുന്നത് നിങ്ങൾ രജിസ്റ്റർ ചെയ്താണോ, രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രം കിട്ടുള്ളൂ എന്നാണ് അവർ പറയുന്നത്. ഇതിലാണ് നിൽക്കുന്നത്. പിന്നെ എന്റെ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് എനിക്ക്. വൈഫിന് പഞ്ചായത്തിൽ ഒന്നുകൂടെ പോവാ കേട്ടോ. ടി വിയിൽ വന്ന സ്ഥിതിക്ക് വിജയ ഇങ്ങനെ എനിക്കൊന്ന് ഒരുപാട് മനുഷ്യരുടെ ഈ ആളുകൾക്ക് ഈ സാങ്കേതിക നടപടികളിൽ കുരുങ്ങി പലരുടെയും ആനുകൂല്യങ്ങൾ അതിൽ പെട്ടുപോകുന്നു എന്ന പരാതി ഇപ്പൊ പലരും പറയുന്നുണ്ട്. അതിപ്പോ എനിക്ക് തോന്നുന്നത് അത് നേരത്തെ ഒരു അദാലത്തോ ഒക്കെ സംഘടിപ്പിച്ച ആളുകളുടെ സർട്ടിഫിക്കറ്റുകളും ഒക്കെ കൊടുത്തിരുന്നു. അത് റേഷൻ കാർഡ് ഒക്കെ പെട്ടെന്ന് വിതരണം ചെയ്യാൻ പറ്റിയിരുന്നു. അതുപോലെ ഈ ആനുകൂല്യങ്ങൾക്ക് പുറത്ത് പെട്ടുപോയ ആളുകൾക്ക് ഈ സാങ്കേതിക കാരണങ്ങളൊക്കെ പറഞ്ഞ് അവരതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ കൂടി ഇനിയുള്ള ഘട്ടങ്ങളിൽ പരിഗണിക്കേണ്ടി വരും. ഇപ്പോൾ നേരത്തെ പുത്തുമലയിൽ രാവിലെ SKN സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ 300 രൂപ സർക്കാർ കൊടുക്കുമെന്ന് പറഞ്ഞ് കിട്ടാത്ത കുടുംബങ്ങളുണ്ട്. ഈ 10,000 രൂപയുടെ അടിയന്തര സഹായം കിട്ടുമെന്ന് പറഞ്ഞിട്ട് അത് കിട്ടാത്തവരുണ്ട്. അപ്പോ അവർക്കൊക്കെ ആനുകൂല്യങ്ങളിൽ കിട്ടേണ്ട ആളുകളിലേക്ക്, അർഹതപ്പെട്ടവരിലേക്ക് വീണ്ടും വീണ്ടും അത് എത്തണം. അത് എത്താൻ വൈകുന്നത് വീണ്ടും ആളുകളുടെ ജീവിതം കുറെ കൂടി ദുഷ്കരമാകുന്നു. അപ്പോൾ നമ്മൾ ജീവിതത്തിലേക്ക് തിരികെ വരാൻ വേണ്ടി നടത്തുന്ന കഠിന പ്രയത്നം അത് നാട്ടുകാരെ ഒന്നാകെ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ആദ്യ ദിവസങ്ങൾ ഇവിടെ വന്ന് കണ്ട് കുറെ ദിവസങ്ങൾക്ക് ശേഷം, ഏതാണ്ട് ഒരു 30 ദിവസത്തിന് ശേഷം ഇവിടേക്ക് തിരിച്ചു വരുമ്പോൾ ഞാൻ കാണുന്നത് അവരൊക്കെ ജീവിതത്തിലേക്ക് തിരികെ വരാൻ നടത്തുന്ന പോരാട്ടം, അത് അവരുടെ അതിജീവന ശ്രമങ്ങളൊക്കെ അത് വിജയം കാണുന്നുണ്ട്. അതിന്റെ ആത്മവിശ്വാസം അവരുടെ മുഖത്തുണ്ട്. ഇപ്പോൾ ഇവിടൊക്കെ ഈ കടകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അത് ഞാൻ വരുന്ന സമയത്ത് ഈ കടകളുടെ ഇവിടെ ഒന്നും നമുക്ക് നിൽക്കാൻ പോലും കഴിയാത്ത തരത്തിൽ ചെളിയും മൺകൂമ്പാരങ്ങളുമായിരുന്നു. അതൊക്കെ വൃത്തിയാക്കി അതൊക്കെ തുറന്ന് പ്രവർത്തിക്കാൻ ചൂരൽമല എന്ന് പറയുന്ന ചെറിയൊരു അങ്ങാടിയാണ്. ഈ ദൃശ്യങ്ങളിൽ അന്ന് കണ്ടിട്ടുണ്ടാകും. നമ്മളുടെ അരയ്ക്കൊപ്പം ചെളിയിലൊക്കെ നിന്നാണ് ആളുകളൊക്കെ ഇവിടെ ജീവിച്ചത്. ആ കടകൾ അന്ന് അവരൊക്കെ ആ വെള്ളമൊക്കെ കയറി ആകെ മൂടിപ്പോയ കടകളൊക്കെ തുറന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. വളരെ വേഗത്തിൽ തന്നെ അവർക്ക് സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വരാൻ പറ്റുന്നുണ്ട്. SKN അവരൊക്കെ അതിജീവനത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് അല്ലേ? നമുക്ക് ഈ കടയെല്ലാം ഇവിടൊക്കെ ചെളിയായിരുന്നു. ഇവിടെ നമുക്ക് നിൽക്കാൻ പോലും പറ്റാത്ത. ഇങ്ങ് വരൂ ചേട്ടാ, ഇങ്ങ് വരൂ. പെട്ടെന്ന് ഇത് വേറെ ആളെ കട നടത്താൻ വേണ്ടിട്ട് എടുത്താണ്. അതായിരുന്നു കട, അതാണ് കംപ്ലീറ്റ് പോയത്. ഈ കട കംപ്ലീറ്റ് പോയി അല്ലേ? അത് കംപ്ലീറ്റ് പോയി. എത്ര കടകൾ തുറന്നു? ഇതല്ല കുറെയൊക്കെ തുറക്കാൻ ഒന്നും തുറന്നിട്ടില്ല. തുറക്കാനുള്ള അതിൽ അങ്ങനെ ഈ കട തുറന്നുകൊണ്ട് കാര്യമുണ്ടോ? ആൾക്കാരുണ്ടോ എന്തെങ്കിലും കഴിക്കാൻ? പറയാൻ പറ്റൂല. വരും അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ട്. പ്രതീക്ഷിക്കണം. വരും വരും. ചൂരൽമലയൊക്കെ സാധാരണ ഒരു ആത്മവിശ്വാസം കൊണ്ടാണ് ഇപ്പൊ ഇത് തുറക്കണം. ചൂരൽമല സാധാരണ പോലെ ആകണം. ബഷീർക്ക് കട തുറന്നാലേ ഞങ്ങൾ ഉണരുള്ളൂ. രാവിലെ ഒരു ചായ കുടിക്കാത്തതായിട്ട് ആരുമില്ല. രാവിലെ ഒരു ദിവസം ഞാൻ വരാം ബഷീറിന്റെ കടയിൽ ചായ കഴിക്കാനായിട്ട്. കേട്ടോ, 2 ദിവസത്തിനുള്ളിൽ ഇത് തുറക്കും. ആണോ? ഓക്കെ. അപ്പൊ തന്നെ വന്നോളൂ, എല്ലാ ആൾക്കാർക്കും വരാം. കട തുറക്കട്ടെ, എല്ലാവരും ബഷീറിന്റെ ചായ കുടിച്ചിട്ട് ജീവൻ തുടങ്ങട്ടെ. അതെ ബഷീറിന്റെ കട. ഇവിടെ പല കടകൾ വന്ന് ഈ ഷട്ടറിന്റെ പകുതിയും മുക്കാലും വെള്ളം കയറി കിടക്കുകയായിരുന്നു. അതൊക്കെ മാറ്റി അത് ആ ചെളിയൊക്കെ നീക്കി അത് തുറക്കാൻ പറ്റുന്ന തരത്തിലേക്കായി എന്ന് പറയുന്നത് തന്നെ വലിയ ആശ്വാസമാണ്. അപ്പൊ അത്രയും മാറ്റം ഈ ചെറിയൊരു അങ്ങാടി
ചൂരൽമലയിൽ ഈ ഉണ്ടായിട്ടുണ്ട്. നായം ആരെ അന്വേഷിച്ചടക്കാണല്ലോ വിജയം. അത്തരം കാഴ്ചകളാണ് എസ്കേൻ. ഇവിടെ കുറെ മൃഗങ്ങൾ, ഞാൻ അന്ന് ഓർക്കുന്നുണ്ടായിരുന്നു, ഇവിടെ ഒരു വീടിന്റെ മുന്നിൽ ഒരു കുറെ പൂച്ചകൾ ആ മേളിൽ നിന്ന് ആ മണ്ണിൽ നിന്നൊക്കെ പിടിച്ചുകൊണ്ട് വന്ന ആളുകൾ രക്ഷപ്പെടുത്തി ഇവിടെ ഒരു വീട്ടിൽ കൊണ്ടുവച്ചിരുന്നു. പിന്നെ അത് ഈ മൃഗസംരക്ഷണ വകുപ്പിലെ ജീവനക്കാർ വന്ന് അതിനെ കൊണ്ടുപോയി അതിന് മരുന്നും ആഹാരവും ഒക്കെ കൊടുക്കുന്നു. അപ്പൊ കുറച്ചു മുന്നിലായിരുന്നു മൃഗസംരക്ഷണ വകുപ്പ് താൽക്കാലികമായി ഒരു ആശുപത്രി പോലെ, ഒരു പെറ്റ് ഹോസ്പിറ്റൽ പോലെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടേക്ക് ദിവസവും എത്രയോ മൃഗങ്ങളെ, കന്നുകാലികളെയും ഒക്കെ വളർത്തുമൃഗങ്ങളെയൊക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പം ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും വളരെ സജീവമായ BJP ജില്ലാ പ്രസിഡന്റാണ് പ്രശാന്ത് മലവേൽ. ഹായ് പ്രശാന്ത്. അച്ഛനും അമ്മയും മരണപ്പെട്ടു വിടുന്നത്, അപ്പൊ അവർക്ക് ഒരു ചാൻസ് കിട്ടിയില്ല. ആരാ? ഓക്കെ.